ഫ്രൈഡ് റൈസ് കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന ഹോട്ടൽ രുചിയിൽ കിടിലൻ ഫ്രൈഡ് റൈസ് ഒട്ടും കുഴഞ്ഞു പോകാതെ തയ്യാറാക്കാം. 2-3 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. അരി ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി കേട്ടോ. പക്ഷേ ബാക്കിയുള്ള ചേരുവകളും അതേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇത് 200 ഗ്രാം ഉണ്ടാകും. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ആദ്യം നമുക്ക് ഈ അരി 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി അരമണിക്കൂർ കുതിരാൻ വെച്ച ശേഷം വേവിച്ചെടുക്കാം. അരി വേവിക്കാനായിട്ട് നമ്മളിവിടെ അരി അളന്നെടുത്ത അതേ പാത്രത്തിൽ 5 പാത്രം വെള്ളം എടുക്കുന്നുണ്ട്. നല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അരി കൃത്യമായി വേവിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യണേ. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് എടുത്തത്. വെള്ളം അല്പം കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ എന്നിവ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുതിരാൻ വെച്ചിരുന്ന അരി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. അരി ചേർത്ത ഉടനെ തമ്മിലൊട്ടി പിടിക്കാതിരിക്കാനായി നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അരി ചേർത്ത ശേഷം വെള്ളം വീണ്ടും തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ മീഡിയത്തിൽ വെച്ച് 15 മിനിറ്റ് നേരം അരി വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്ത അരമണിക്കൂർ കുതിർത്തിയ മൂടരിയുടെ നിറമുള്ള ബസ്മതി അരിയാണെങ്കിൽ 15 മിനിറ്റ് വേണ്ടി വരും. നിങ്ങളെടുക്കുന്ന അരി അനുസരിച്ച് സമയവ്യത്യാസം വരാൻ കിട്ടും. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അരി 90% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം ഊറ്റിക്കളയാം. അതിനായി ആഴം കൂടുതലുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പപാത്രം വെച്ച് ചോറ് അതിലേക്ക് മാറ്റാം. ചോറ് വെള്ളത്തിൽ നിന്ന് കുറേശ്ശെയായി അരിപ്പക്കയിൽ കൊണ്ട് കോരിയെടുക്കുകയോ നമ്മൾ സാധാരണ ചോറ് ഊറ്റുന്നത് പോലെ അടപ്പിട്ട് പാത്രം കമിഴ്ത്തി വെച്ച് വെള്ളം ഊറ്റിക്കളയുകയോ ചെയ്യരുതേ. അങ്ങനെ ചെയ്താൽ ചോറിൻ്റെ വേവ് കൂടി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ചോറ് അരിപ്പയിലിട്ട ശേഷം ഉടനെ തന്നെ അതിൻ്റെ മുകളിലേക്ക് 1/2 ലിറ്റർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിക്കാം. തണുപ്പിച്ച വെള്ളം ഇല്ലെങ്കിൽ സാധാരണ വെള്ളമായാലും മതി കേട്ടോ. ഒഴിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ചോറ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചോറ് കൂടുതൽ വെന്ത് പോകാതിരിക്കാനും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പാചകം തുടങ്ങുന്നത് വരെ ഇടയ്ക്കിടെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിനായി നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് ചൂടാക്കുന്നുണ്ട്. പാത്രം നല്ല വിസ്താരമുള്ളതാകാൻ ശ്രദ്ധിക്കണേ. ചെറിയ പാത്രത്തിൽ ഒരിക്കലും കൂടുതൽ ഫ്രൈഡ് റൈസ് തയ്യാറാക്കരുത്. അങ്ങനെ ചെയ്താൽ ചോറ് വേണ്ട രീതിയിൽ ഇളക്കി കൊടുക്കാൻ പറ്റുകയില്ല. അഥവാ കൂടുതൽ ഫ്രൈഡ് റൈസ് തയ്യാറാക്കേണ്ടി വരികയാണെങ്കിൽ പല പ്രാവശ്യമായി ചെയ്യുകയായിരിക്കും നല്ലത് കേട്ടോ. അതേപോലെ ഫ്രൈഡ് റൈസ് കൂടുതൽ ചൂടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് എല്ലാ ചേരുവകളും തയ്യാറാക്കി കയ്യെത്തുന്ന ദൂരത്തിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. അതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി മൂത്ത് വന്നാൽ 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ഉള്ളിത്തണ്ടിൻ്റെ അടിഭാഗത്തുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇതിന് പകരം വലിയ ഉള്ളി ആയാലും മതിയാകും. ഇതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. എല്ലാ അളവുകളും ഞാൻ സ്ക്രീനിൽ എഴുതിയേക്കാം കേട്ടോ. എല്ലാം നമ്മൾ ചൂട് കൂട്ടി വെച്ച് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ കാബേജ്, 1/2 കപ്പ് ഉള്ളിത്തണ്ട്, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ചെറുതായി മാത്രം വഴറ്റിയെടുക്കാം. പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാട്ടോ. എല്ലാം ചെറുതായി മാത്രം വാടി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ചൂട് കൂട്ടി വെച്ച് തന്നെ എല്ലാം നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ചോറ് കുഴഞ്ഞു പോകാതെയും നുറുങ്ങിപ്പോകാതെയും ശ്രദ്ധിക്കണേ. അങ്ങനെ ആകാതിരിക്കാൻ ചോറ് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ് നല്ലത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നിങ്ങളുടെ എരിവനുസരിച്ച് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചതച്ച കുരുമുളക് ചേർക്കാം. നിങ്ങൾക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുതേ. വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് അജിനോമോട്ടോ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് 1 നുള്ളു ചേർക്കാവുന്നതാണ്. അജിനോമോട്ടോ ചേർക്കുകയാണെങ്കിൽ ഇതിന് തനി ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ രുചിയും മണവും ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. എല്ലാം നന്നായി തന്നെ ചൂടായി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അവസാനമായി ഇതിന് മുകളിലേക്ക് അല്പം ഉള്ളിത്തണ്ട് അരിഞ്ഞത് കൂടി വിതറുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. ചേരുവകളെല്ലാം തയ്യാറാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കൊന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.